നാളുകൾ നീണ്ട കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് സാക്ഷാൽ വിരാട് കോഹ്ലി പച്ചപ്പുൽ മൈതാനത്തേക്ക് മടങ്ങിയെത്തിയ ദിവസം. സൺറൈസ് ഹൈദരാബാദിനെതിരെ RCBക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് 200-ൽ പരം റൺസിന്റെ പടുകൂറ്റൻ വിജയലക്ഷ്യമായിരുന്നു. പ്രതീക്ഷ നൽകിയ ഫിൽസാട്ട് തുടക്കത്തിൽ തന്നെ മടങ്ങിയപ്പോൾ ആരാധകരുടെ ചങ്കിടിപ്പൊന്നു കൂടി. എന്നാൽ ക്രീസിൽ അവനുണ്ടായിരുന്നു. പോരാട്ടവീര്യം ചോരാത്ത ഒരേയൊരു രാജാവ്, അതെ, വിരാട് കോഹ്ലി. തുടക്കത്തിൽ വമ്പൻ ഷോട്ടുകൾക്ക് മുതിരാതെ തികഞ്ഞ സമചിത്തതോടെയാണ് കോഹ്ലി ബാറ്റ് വീശിയത്. എന്നാൽ അതൊരു മെല്ലെപ്പോക്കായിരുന്നില്ല. പതരാതെ ബാറ്റ് വീശിയവൻ തൻ്റെ സ്ട്രൈക്ക് റേറ്റ് എപ്പോഴും 150-ന് മുകളിൽ നിർത്തി. മറുവശത്ത് വിക്കറ്റുകൾ ഓരോന്നായി കൊഴിഞ്ഞു വീഴുമ്പോഴും ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത പോലെ അവൻ ക്രീസിൽ ഉറച്ചു നിന്നു. വെറും 33 പന്തുകളിൽ നിന്ന് അവൻ തൻ്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. എന്നാൽ 50 കടന്നതോടെ ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടത് വിശ്വരൂപം പൂണ്ട മറ്റൊരു കോഹ്ലിയായിരുന്നു. അവിടെ അവൻ തൻ്റെ സംഹാര താണ്ഡവം അയച്ചുവിട്ടു. ഹർഷൽ പട്ടേൽ എറിഞ്ഞ അവസാന ഓവറിൽ ഒരു യഥാർത്ഥ രാജാവിനെ പോലെ അവൻ ഈ വെടിക്കെട്ട് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. 6-4-4-4 തുടർച്ചയായ 4 ബൗണ്ടറികളിലൂടെ അവിശ്വസനീയമായ വിജയം അവൻ സ്വന്തമാക്കുന്നു. ഇനി എതിരാളികൾ ഭയന്നേ മതിയാകൂ. കാരണം ഈ റൺ മെഷീൻ തൻ്റെ ഏറ്റവും മികച്ച ഫോമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. 2016-ലെ IPL സീസണിൽ ബൗളിംഗ് നിരയെ വിറപ്പിച്ച അതേ വിരാട്ടിൻ്റെ മിന്നലാട്ടങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത്. രാജാവ് തൻ്റെ സിംഹാസനം തിരിച്ചുപിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇന്നിങ്സിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞതും കോഹ്ലി ഒരു എൻജോയിങ് മൂഡിലേക്ക് പോയ പോലെ തോന്നുകയായിരുന്നു. അവസാനം ഹർഷൽ പട്ടേലിനെ തുടർച്ചയായി 4 ബൗണ്ടറികൾ നേടുമ്പോൾ കോഹ്ലി ഒരു ജോളി മൂഡിലായിരുന്നു. ഇടക്ക് കളിച്ച ഷോട്ടൊക്കെ, പ്രത്യേകിച്ച് ആ സ്ട്രൈറ്റ് ഡ്രൈവ് 6 ഒക്കെ എന്ത് രസമായിരുന്നു കാണാൻ. തുടക്കത്തിൽ കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനെയൊക്കെ കോഹ്ലി അതിമനോഹരമായി തന്നെ മറികടന്നു. നല്ലൊരു ഇന്നിംഗ്സ് കെട്ടിപ്പൊക്കി. അങ്ങനെ രാജാവ് മറ്റൊരു IPL സീസൺ കൂടെ രാജകീയമായി തുടങ്ങിയിരിക്കുന്നു. എന്തൊരു ഗ്യാരണ്ടിയുള്ള പ്ലെയറാണല്ലേ. ഒരു 50 എങ്കിലും ഏത് ഇന്നിങ്സിലും എക്സ്പെക്റ്റ് ചെയ്യാം. അതിന് ഈ പ്രായത്തിലും ഒരു മാറ്റവും വന്നിട്ടില്ല. ചേസ് മാസ്റ്റർ എന്ന പേരിനും ഒരു കോട്ടവും സംഭവിച്ചിട്ടുമില്ല.